ഒരിക്കലും ജാമ്യം കിട്ടാൻ സാധ്യതയില്ലാത്ത വകുപ്പുകളാണ് ചാർത്തിയത്. കാരണം അങ്ങനത്തെ വർത്തമാനമാണ് പറഞ്ഞത്. ഒരു ലൂപ്പ് ഹോളിൽ ജാമ്യം കിട്ടിയതാണ്. പല ആയുർവേദ വിഭാഗത്തിൽപ്പെട്ടവരും ഇതിനെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയുണ്ടായി. സർക്കാർ അതിൻ്റെ നടപടികൾക്ക് തുടക്കം കുറിച്ചുവെങ്കിലും എല്ലാവരുടെയും ഒരു അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രമേ അത് ഫൈനലൈസ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ആയുർവേദ ഡോക്ടർമാരോട് അവരുടേതായിട്ടുള്ള അഭിപ്രായം എന്തുകൊണ്ടാണ് ഇതിനോടുള്ള എതിർപ്പ്. അതിപ്പോൾ മുമ്പ് 2015 ആയുഷ് വകുപ്പ് വന്നപ്പോൾ ഇതുപോലെ എതിർപ്പുണ്ടായിരുന്നു. അന്ന് അലോപ്പതിക്കാർക്കായിരുന്നു ഭയം, ഹെൽത്തിന് പ്രാധാന്യം പോകുന്നത്. പക്ഷേ അത് പ്രാധാന്യം പോയില്ല. അതുകൊണ്ട് ഇവരുടെ തർക്കം അതുകൂടെ പരിഹരിച്ചതിന് ശേഷം ഫൈനലൈസ് ചെയ്യും. കേന്ദ്രത്തിന്റെ ആയുഷ് വകുപ്പ് എയിംസ് മോഡലിൽ 3 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി നിർദ്ദേശം സംസ്ഥാനത്തിന് വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഉണ്ട്. സംസ്ഥാനത്തിന് വന്നിട്ടുണ്ട്. സംസ്ഥാനം അതിന് അനുയോജ്യമായിട്ടുള്ള സ്ഥലം നോക്കുന്നുണ്ട്. തിരുവനന്തപുരം ഉൾപ്പെടെ അത് ഞങ്ങളുടെ പരിഗണനയിലുണ്ട്. ആ സ്ഥലം നോക്കിയതിന് ശേഷം എത്രയും പെട്ടെന്ന് കേന്ദ്രത്തിന് തീരുമാനം അറിയിക്കും. അല്ല, ആയുഷ് വകുപ്പ് ഇപ്പോൾ സ്വതന്ത്ര വകുപ്പാണ്. കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി മാത്രമല്ല, കേന്ദ്രത്തിൽ 2 മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്നത്, ഇവിടെ ഒരാൾ കൈകാര്യം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇത് സ്വതന്ത്ര വകുപ്പാണ്. അതായത് ആയുഷ് എന്ന് പറയുന്നത് എല്ലാ പരമ്പരാഗത ചികിത്സാ രീതികളും ചേർന്ന വകുപ്പാണ്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്ന അലോപ്പതി വകുപ്പാണ്. അപ്പോൾ കേരളത്തിൽ 2ഉം ഒരു മന്ത്രി കൈകാര്യം ചെയ്യുന്നു. എനിക്ക് കൈകാര്യം ചെയ്യാവുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ്. അല്ലാതെ ആയുഷ് വകുപ്പ് ഇൻഡിപെൻഡൻ്റാണ്. അല്ല, അതിൻ്റെ ഭാഗമായിട്ടാണ് ആയുഷ് സർവകലാശാല എന്നുള്ളൊരു പർപ്പോസിൽ കേന്ദ്രവും സംസ്ഥാനത്തിനും അതിലാദ്യം എതിർപ്പുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു ശക്തമായിട്ടുള്ള എതിർപ്പ് ആയുർവേദ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അവരോട് കൂടെ അഭിപ്രായം ചോദിച്ച് ഒരു സമന്വയത്തിലെത്തിയതിന് ശേഷം മാത്രമേ നടപ്പാക്കുള്ളൂ. അല്ലാതെ യുദ്ധം ചെയ്ത് നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നില്ല. മോഹൻദാസിൻ്റേത് പ്രോസിക്യൂഷൻ കാര്യക്ഷമമായില്ല എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന ഒരു ആക്ഷേപം. എന്താണെന്ന് അറിയില്ല. അത് അന്വേഷിച്ച് ഗവൺമെൻറ് നടപടിയെടുക്കും. അതാ പറയുന്നത്. ഏതായാലും അത് പരിശോധിക്കുന്നുണ്ട്. ഒരിക്കലും ജാമ്യം കിട്ടാൻ സാധ്യതയില്ലാത്ത വകുപ്പുകളാണ് ചാർത്തിയത്. കാരണം അങ്ങനത്തെ വർത്തമാനമാണ് പറഞ്ഞത്. ഇപ്പോൾ സമരം ചെയ്യുന്നവരൊക്കെ വെടിവെക്കണം എന്ന് പറഞ്ഞാൽ നാളെ എന്താ പറയുക, എല്ലാ മന്ത്രിമാരെയും ഞങ്ങൾ വെടിവെക്കുമെന്ന് പറഞ്ഞാൽ എവിടെ പോയി അവസാനിക്കുന്നത്? ഇത് വെടിവെക്കലാണോ ജോലി? അപ്പോൾ അതിന് ശക്തമായുള്ള നടപടി ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതൊരു ലൂപ്പ് ഹോളിൽ ജാമ്യം കിട്ടിയതാണ്. എന്നാലും ഗവൺമെൻറ് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. ഈ 3 മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവത്തിൽ നേവിയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു മന്ത്രി BJP സംസ്ഥാന അധ്യക്ഷനെ വിളിച്ചു എന്നുള്ളൊരു വിവരങ്ങൾ പുറത്തേക്ക്. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കേട്ടില്ല, എനിക്കറിയില്ല. അറിയാത്ത കാര്യം നമ്മൾ പറയണ്ട. ഏതാ? അത് വരും. വലിയ താമസമില്ല, അത് വരും. ഏതാ? നമുക്ക് ഒരു കുഴപ്പമില്ല. കാര്യങ്ങളൊക്കെ ഭംഗിയായി പോകുന്നുണ്ട്.